ഇന്ന് നമുക്ക് മാസങ്ങളോളം കേടാവേണ്ടിയിരിക്കുന്ന നമ്മുടെ നോർത്ത് ഇന്ത്യൻ അച്ചാർ, അടിപൊളി മാങ്ങാച്ചാർ റെഡിയാക്കാം. ഇന്ന് ഞാൻ ഈ മാങ്ങ ഈ ഭരണിയിലിട്ട് വെച്ചേക്കുമായിരുന്നു, ഉപ്പിലിട്ടിട്ട്. അതിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ ആണ് അച്ചാറാക്കാൻ പോണേ. അപ്പോൾ ഇത് ഭരണിയിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ഇട്ടപ്പോഴാണ് ഓർത്തത് നിങ്ങളെ കാണിച്ചേക്കാമെന്ന്. അപ്പോൾ ഇതാ എല്ലാവരും എടുത്ത് നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെയിൽ കൊള്ളിച്ച് നല്ലപോലെ ഉണക്കിയെടുക്കണം. വെയിലത്തേക്ക് വെച്ചത് ഞാൻ ഓടിപ്പോന്നു. അതാണല്ലോ ഇപ്പോഴത്തെ വെയിലിൻ്റെ അവസ്ഥ. തല ചുറ്റി വീഴാഞ്ഞാൽ ഭാഗ്യം. എന്തായാലും അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയൊക്കെ ഉണങ്ങി കിട്ടുന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. എന്നാലും ഞാൻ ഒരു ദിവസം ഇട്ടിട്ട് രണ്ടാമത് ഒന്നും കൂടെ ഇവനെ ഉണക്കിയെടുക്കുക ചെയ്ത്. ഇനി ഉണക്കിൻ്റെ കുറവ് വേണ്ട, അതുകൊണ്ട് നല്ലപോലെ നമ്മുടെ മാങ്ങയെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ അച്ചാറാക്കാം. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് ആവശ്യം കടുകാണ്. ഈ കടുക് സാധാരണ കടുമാങ്ങ അച്ചാറിലൊക്കെ നമ്മൾ പച്ചയ്ക്ക് പൊടിച്ചാണ് ഇടുന്നത്. പക്ഷേ ഈ അച്ചാറിലേക്ക് നമ്മൾ നേരെ കടുകിനെ ഒന്ന് ചൂടാക്കി എടുത്തു, അതിന് ശേഷമാണ് പൊടിച്ചെടുത്തത് കേട്ടോ. ഇനി നമ്മുടെ കടുകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം വെളിച്ചെണ്ണയല്ല, സോറി കേട്ടോ, നല്ലെണ്ണ. കടുകെണ്ണ ഇഷ്ടമുള്ളവർക്ക് കടുകെണ്ണ ഉപയോഗിക്കാം. ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മാങ്ങയിലേക്ക് നമ്മൾ ഉലുവാപ്പൊടിയും കടുക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും സ്വല്പം കായവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അച്ചാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ആ എണ്ണ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു, അച്ചാർ റെഡി.